കുറക്കാനായിട്ട് കൃത്യമായിട്ട് മെഡിസിൻ കഴിക്കുന്നു, അതുപോലെ തന്നെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുന്നു, എന്നിട്ടും ഷുഗർ കുറയുന്നില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ഈ ഷുഗർ ദീർഘകാല അടിസ്ഥാനത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പതുക്കെ പതുക്കെ ഞരമ്പുകളുടെയും അതുപോലെ തന്നെ രക്തക്കൊഴലുകളെയും ബാധിക്കും. അത് കാരണമായിട്ട് രക്തയോട്ടം കുറയുകയും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, കിഡ്നി ഫെയിലിയർ അല്ലെങ്കിൽ ഹാർട്ടിനുള്ള ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ കയ്യിലും കാലിലും വേദന, തരിപ്പ്, കണ്ണിനുള്ള കാഴ്ചക്കുറവ്, അതുപോലെയുള്ള വളരെയധികം കോംപ്ലിക്കേഷൻസിലോട്ട് അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റീസ് പോകാൻ ചാൻസ് ഉണ്ട്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും ശ്രദ്ധിക്കേണ്ട 7 ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ ഫാത്തിമ തഷ്ഫിന ഫ്രം ഡോക്ടർ ഹിബാസ് അരോവിയ ക്ലിനിക്, പെരിന്തൽമണ്ണ. വർഷങ്ങളായിട്ട് ഷുഗറിന് മെഡിസിൻ കഴിക്കുന്നവർക്ക് പോലും അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഭക്ഷണത്തിന് മുമ്പും ശേഷവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പലരും എന്ത് ഭക്ഷണം കഴിക്കണം, ഏത് രീതിയിൽ കഴിക്കണം എന്നൊക്കെ പലർക്കും അറിയാവുന്നതായിരിക്കും. പക്ഷേ അതിന് മുമ്പ് ശേഷം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് നിങ്ങൾക്ക് ഷുഗർ നിയന്ത്രണത്തിലാക്കാനും ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറക്കാനും അതുപോലെ തന്നെ ഷുഗർ കാരണമായിട്ട് ഭാവിയിൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് കുറക്കാനായിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു 10-15 മിനിറ്റ് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ 1 സ്പൂൺ ആപ്പിൾ സിഡർ വിനെഗർ ആഡ് ചെയ്തിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ച ഉടനെയുള്ള ഷുഗർ സ്പൈക്ക്, പെട്ടെന്ന് ഷുഗർ കൂടുന്നത് കുറക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ആപ്പിൾ സിഡർ വിനെഗർ നിങ്ങൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് സ്ഥിരമായിട്ട് വായ്പുണ്ണുള്ളവർ, അസിഡിറ്റിയുടെ ബുദ്ധിമുട്ടുകളുള്ളവർ, അതുപോലെ തന്നെ കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ ഒരു അഡ്വൈസ് തേടിയതിന് ശേഷം മാത്രം ഈ ആപ്പിൾ സിഡർ വിനെഗർ ഉപയോഗിക്കുക. കാരണം അവർക്ക് ബുദ്ധിമുട്ടുകൾ കൂടാൻ ചാൻസ് ഉണ്ട്. ഇനി രണ്ടാമതായിട്ട് പറയുന്നത്, നിങ്ങൾ ഭക്ഷണം കഴിച്ച ഉടനെ ഒരിക്കലും കിടക്കരുത്. അറ്റ്ലീസ്റ്റ് ഒരു 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം, ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ കിടക്കുക. ചിലർക്ക് ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കുന്ന ശീലമുള്ളവരുണ്ടാവും, പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് അല്ലെങ്കിൽ രാത്രി ഒരുപാട് വൈകി ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കുന്ന ശീലമുള്ളവരുണ്ടാവും. അത്തരം ആളുകൾ അത് ഒഴിവാക്കുക. മൂന്നാമതായിട്ട് പറയുന്നത്, ഭക്ഷണം കഴിച്ച ഉടനെ ഒരു അരമണിക്കൂർ നടത്തം, ലഘുവായിട്ടുള്ള രീതിയിലുള്ള നടത്തം ശീലമാക്കുക. ഇത് നിങ്ങളുടെ ശരീരത്തിലുള്ള ഗ്ലൂക്കോസ്, മസിൽസ് ഈ ഒരു നടത്തത്തിന് വേണ്ടി ഗ്ലൂക്കോസ് കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് അല്ലെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറക്കാനായിട്ട് ഇത് സഹായിക്കും. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ച ഉടനെയുള്ള ഷുഗർ സ്പൈക്ക് കുറക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. നാലാമതായിട്ട് പറയുന്നത്, പഞ്ചസാരയുടെ ഉപയോഗം. ചിലർ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര, ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ടാവാം. പക്ഷേ ഈ ശർക്കരയാണെന്നുണ്ടെങ്കിലും പഞ്ചസാരയാണെന്നുണ്ടെങ്കിലും അത് രണ്ടും ഒരേ രീതിയിലാണ് ഷുഗർ കൂട്ടുന്നത്. കളറിലുള്ള വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ബ്ലഡ് ഷുഗർ കൂട്ടുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക. ഇനി നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെന്നുണ്ടെങ്കിൽ സ്റ്റീവിയ പോലെയുള്ള പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള സ്വീറ്റ്നേഴ്സ് ഉപയോഗിക്കുക. ഇത് 0 കലോറി സ്വീറ്റ്നറാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ രക്തത്തിലുള്ള പഞ്ചസാരയുടെ അളവ് ഇത് കൂട്ടുന്നില്ല. അഞ്ചാമതായിട്ട് പറയുന്നത്, നിങ്ങൾ ഭക്ഷണത്തിൽ ഓരോ സമയത്തെ ഭക്ഷണത്തിലും കാർബോഹൈഡ്രേറ്റ് കുറച്ച് പ്രോട്ടീൻ കൂട്ടുക എന്നുള്ളതാണ്. ഷുഗർ ഉള്ളവർക്ക് നമുക്കൊരു പ്ലേറ്റ് മെത്തേഡിൽ ഫുഡ് കഴിക്കാനായിട്ട് പറയാറുണ്ട്. അതിൽ ഒരു 1/4 ഭാഗം കാർബോഹൈഡ്രേറ്റ്, 1/4 ഭാഗം പ്രോട്ടീൻസ്, ബാക്കി പകുതിയോളം ഭാഗം നമ്മൾ വെജിറ്റബിൾസ്, അത് സാലഡായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കറികളായിട്ട് വേവിച്ച രീതിയിലുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്ലേറ്റ് മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രോട്ടീൻസ് നിങ്ങൾ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് മുട്ട, ചിക്കന്, ഇറച്ചി പോലെയുള്ള ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം. പക്ഷേ ഇത് നിങ്ങൾക്ക് വേവിച്ച രീതിയിൽ അല്ലെങ്കിൽ കറി വെച്ച രീതിയിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. ഫ്രൈ ആയിട്ടുള്ളത് കുറയ്ക്കുക, ഒഴിവാക്കുക. അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങൾ നിങ്ങൾക്ക് മുളപ്പിച്ച പയറോ അല്ലെങ്കിൽ ആവിയിൽ വേവിച്ചിട്ട് സാലഡായിട്ടൊക്കെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ പാലുൽപ്പന്നങ്ങൾ, പനീർ പോലെയുള്ള ഭക്ഷണങ്ങളും നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ് കുറച്ച്, അതായത് ചോറിൻ്റെ അളവ് കുറച്ച് നിങ്ങൾക്ക് പ്രോട്ടീൻസ് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് ഇത് അമിതമായിട്ട് വിശക്കുന്നത് കുറക്കാനായിട്ട് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഷുഗർ കൺട്രോൾഡ് ആക്കാനും ഇത് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. ആറാമതായിട്ട് പറയുന്നത്, നിങ്ങൾ രാവിലെ എഴുന്നേറ്റ ഉടനെ ചായയോ കാപ്പിയോ കുടിക്കുന്ന ശീലമുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. പകരം നിങ്ങൾക്ക് ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ജീരക വെള്ളമായിട്ടോ അല്ലെങ്കിൽ ഉലുവ വെള്ളമായിട്ടോ കുടിക്കുന്നത് ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ട് ധാരാളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജീരക വെള്ളമാണ് കുടിക്കുന്നതെന്നുണ്ടെങ്കിൽ തലേ ദിവസം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു സ്പൂൺ ജീരകം നിങ്ങൾക്ക് കുതിർത്തിയിട്ട് അടുത്ത ദിവസം കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ രാവിലെ നിങ്ങൾക്ക് തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഒരു സ്പൂൺ ജീരകം ആഡ് ചെയ്തിട്ട് ജീരക വെള്ളമായിട്ട് അങ്ങനെയും നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. ഇത് ഇൻസുലിൻ പ്രൊഡക്ഷൻ മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഉലുവ വെള്ളമാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് തലേ ദിവസം ഗ്ലാസ് വെള്ളത്തിൽ ഒരു ടീസ്പൂൺ ഉലുവ ആഡ് ചെയ്തതിന് ശേഷം കുതിർത്തി അടുത്ത ദിവസം ഇത് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ആ കുതിർന്ന ഉലുവ നിങ്ങൾക്ക് ചവച്ചരച്ച് കഴിക്കുന്നത് കൊണ്ടും ഇതുപോലെ തന്നെ ഭക്ഷണം കഴിച്ച ഉടനെയുള്ള ഷുഗർ സ്പൈക്ക് കുറക്കാൻ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്ലൂക്കോസ് ബ്ലഡിലോട്ട് റിലീസ് ചെയ്യുന്നതും ഈ ഉലുവ കുറക്കുന്നുണ്ട്. ഇത് കാരണമായിട്ട് നിങ്ങൾക്ക് ഷുഗർ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ്. ഏഴാമതായിട്ട് പറയുന്നത് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്. ഇത് എല്ലാവരിലും അനുയോജ്യമായിക്കൊള്ളണമെന്നില്ല. നിങ്ങൾ കൃത്യമായിട്ടുള്ള ഷുഗറിൻ്റെ അളവ് അനുസരിച്ചും നിങ്ങളുടെ പ്രായം അനുസരിച്ചിട്ടും ഇത് പല രീതിയിൽ പല വ്യത്യാസങ്ങൾ വരാം. അതുകൊണ്ട് നിങ്ങൾ ഡോക്ടർ അഡ്വൈസോട് കൂടെ മാത്രം ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു സജസ്റ്റ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്ന ഒരു 12-12 റൂളാണ്. അതായത് രാത്രി ഒരു 8 മണിയാകുമ്പോഴേക്കും നിങ്ങൾ ഭക്ഷണം കഴിക്കുക, ഡിന്നർ കഴിക്കുക. അതിനുശേഷം രാവിലെ ഒരു 12 മണിക്കൂറിന് ശേഷം രാവിലെ 8 മണിക്ക് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന രീതിയിലോട്ട് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് തുടർന്ന് കൊണ്ടുപോകാവുന്നതാണ്. അത് നിങ്ങളെ ബ്ലഡ് ഷുഗർ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഞാനീ പറഞ്ഞ 7 കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ഭക്ഷണത്തിന് മുമ്പും ശേഷവും ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷുഗർ വളരെയധികം കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ ഷുഗർ സംബന്ധമായിട്ട് ഭാവിയിൽ വളരെയധികം കോംപ്ലിക്കേഷൻസ് കുറക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ ഷുഗറിന് കോംപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള ഞരമ്പ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാം. ഈ ഷുഗർ ദീർഘകാല അടിസ്ഥാനത്തിലുണ്ടെന്നുണ്ടെങ്കിൽ അത് പതുക്കെ ഞരമ്പുകളുടെയും അതുപോലെ തന്നെ രക്തക്കൊഴലുകളെയും ബാധിക്കും. അത് കാരണമായിട്ട് രക്തയോട്ടം കുറയുകയും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, കിഡ്നി ഫെയിലിയർ അല്ലെങ്കിൽ ഹാർട്ടിനുള്ള ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ കയ്യിലും കാലിലും വേദന, തരിപ്പ്, കണ്ണിനുള്ള കാഴ്ചക്കുറവ്, അതുപോലെയുള്ള വളരെയധികം കോംപ്ലിക്കേഷൻസിലോട്ട് അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റീസ് പോകാൻ ചാൻസ് ഉണ്ട്. അൺകൺട്രോൾഡ് ആയിട്ട് ഡയബറ്റീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത്തരം കോംപ്ലിക്കേഷൻസിൽ ഹൈ റിസ്ക് ആണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതുവരെ ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിലോ തീർച്ചയായിട്ടും എന്നെ കൺസൾട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഫാത്തിമ തഷ്ഫിന ഫ്രം ഡോക്ടർ ഹിബ സരോവിയ ക്ലിനിക് പെരിന്തൽമണ്ണ.